ഗ്ലോറി ബി ടു ഗാഡ്. അതെ, നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അറിയുന്ന, നമ്മുടെ ഹൃദയത്തിലെ സകല നിരൂപണങ്ങളെയും അറിയുന്ന കർത്താവ് ഈ പകൽക്കാലം നമ്മോട് സംസാരിക്കുന്നു. അതെ, നിശ്ചയമായും ഹൃദയത്തിലെ സകല രഹസ്യങ്ങളെയും മറ്റാർക്കും അറിയുവാൻ കഴിയത്തില്ല. എന്നാൽ നമ്മെ സൃഷ്ടിച്ച, നമ്മുടെ ശരീരത്തിലെ ഹൃദയത്തെ ഉണ്ടാക്കിയ ആ കർത്താവിന് മറഞ്ഞിരിക്കുന്നതായി യാതൊന്നും തന്നെയില്ല. അതെ, നമ്മുടെ നിരൂപണങ്ങൾ പോലും ദൈവസന്നിധിയിൽ നേരുള്ളതായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതിനായി നമ്മെ സമർപ്പിക്കാം. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. ഈ ദിവസത്തിലും അല്പസമയ ചിന്തയ്ക്ക് ആധാരമായി അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം അതിൻ്റെ 22-ാം വചനം നമുക്ക് വായിക്കാം. നീ ഈ വഷളത്വം വിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുക, പക്ഷേ നിന്റെ ഹൃദയത്തിലെ നിരൂപണം ക്ഷമിച്ച് കിട്ടുമായിരിക്കും. ഈ വചനം വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കുവാൻ കഴിയുന്നു. നമ്മുടെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ നേരുള്ളതല്ല എങ്കിൽ പോലും നാം ദൈവത്തോട് ക്ഷമ ചോദിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. നാം കരുതും നാം ചിന്തിക്കുന്നതല്ലേ, നാം നിരൂപിക്കുന്നതല്ലേ, നമ്മുടെ മനസ്സിലോട്ട് കടന്നു പോകുന്നതല്ലേ, അത് മറ്റാരും അറിയുന്നില്ലല്ലോ, നാം സംസാരിച്ചില്ലല്ലോ അതിനെക്കുറിച്ച്, അതുപോലെ നാം ഒന്നും പ്രവർത്തിച്ചില്ലല്ലോ. പക്ഷേ ആ നിരൂപണങ്ങൾ പോലും ദൈവം മുൻപാകെ അത് ചൊവ്വുള്ളതല്ല എങ്കിൽ നാം ക്ഷമ ചോദിച്ചിരിക്കണം. ഇവിടെ പത്രോസ്, അപ്പോസ്തലനായ പത്രോസ് ഷിമോൻ എന്ന് പറയുന്നൊരു വ്യക്തിയോടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലം നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോസ്തലന്മാരായ പത്രോസും യോഹന്നാനും വ്യക്തികളുടെ മേൽ, ജനത്തിൻ്റെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. ഇത് കണ്ടുകൊണ്ട് നിന്ന ഈ ഷിമോൻ എന്ന് പറയുന്ന വ്യക്തി, അതിൻ്റെ 18 മുതലുള്ള വചനങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. ഷിമോൻ കണ്ടാറെ ഈ അപ്പോസ്തലന്മാർക്ക് ദ്രവ്യം കൊണ്ടുവന്നു. അപ്പോൾ എന്നിട്ട് പറയുക, ഞാൻ ഒരുത്തൻ്റെ മേൽ കൈവച്ചാൽ അവന് പരിശുദ്ധാത്മാവ് ലഭിപ്പാൻ തക്കവണ്ണം ഈ അധികാരം എനിക്ക് തരയണം എന്ന് പറഞ്ഞു. 20-ാം വചനം നാം വായിക്കുമ്പോൾ പത്രോസ് അവനോട്, ദൈവത്തിൻ്റെ ദാനം പണത്തിന് വാങ്ങിക്കൊള്ളാം എന്ന് നീ നിരൂപിക്കൊണ്ട് നിന്റെ പണം നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ. നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ലായും കൊണ്ട് ഈ കാര്യത്തിൽ നിനക്ക് പങ്കും ഓഹരിയും ഇല്ല. അപ്പോൾ ഇവിടെ നാം വായിച്ചു, ഈ വ്യക്തി നിരൂപിച്ച ഒരു കാര്യമാണ്. എന്താണ്? ആമേ, കുറച്ച് ദ്രവ്യം കൊണ്ടു കൊടുത്താൽ ഈ കൈവയ്ക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ലഭിക്കുന്ന അധികാരം എനിക്കും കിട്ടും. ഈ അധികാരം ഉപയോഗിച്ചുകൊണ്ട് എനിക്കും ആമേ മറ്റുള്ളവരുടെ മുൻപിൽ വലിയ ആളാകാം എന്നുള്ളൊരു ചിന്തയോടുകൂടെ ആ വ്യക്തി ദ്രവ്യം കൊണ്ടുവരികയാണ്. എന്നാൽ അപ്പോസ്തലനായ പത്രോസ് പറയുന്നു, ആമേ, ദൈവത്തിൻ്റെ ദാനം പണത്തിന് വാങ്ങിക്കൊള്ളാം എന്ന് നീ ഹൃദയം കൊണ്ട് നിരൂപിക്കുകയാൽ. പ്രിയ ദൈവമക്കൾ, എപ്പോഴെങ്കിലും നാം ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ദൈവത്തിൻ്റെ ദാനമെന്ന് പറയുമ്പോൾ ദൈവം ഫ്രീ ആയിട്ടാണ് ഈ ഗിഫ്റ്റ്സൊക്കെ നമുക്ക് തരുന്നത്, കൃപാവരങ്ങളെ ഒക്കെ. എന്നാൽ അത് പണത്തിന് വേണ്ടി, പണത്തിനായിട്ട്, പണം കൊണ്ട് നേടാം എന്നുള്ള ആ ഒറ്റ ചിന്തയോടുകൂടെ നാം അതിനു വേണ്ടി പ്രവർത്തിക്കുകയും അതിനെ ആഗ്രഹിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിശ്ചയമായി ആ നിരൂപണങ്ങൾ ദോഷമുള്ളതാണ്. നമ്മുടെ ഹൃദയം ചൊവ്വുള്ളതല്ല. ആമേൻ. കർത്താവ്, ആമേൻ, സ്തോത്രം, നമ്മെ ശിക്ഷിക്കുവാനിടയായിത്തീരും. സ്തോത്രം. ഈ ഒരു കാര്യം മാത്രമല്ല, എപ്പോഴെങ്കിലും നമ്മുടെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ പോലും ഇങ്ങനെ ദൈവഹിതത്തിന്, ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വിരോധമായി നാം നിരൂപിച്ചിട്ടുണ്ടെങ്കിൽ, നാം ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് നിന്ന് നാം ക്ഷമ ചോദിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാകും. അങ്ങനെ ആ ശിമോനോടാണ് പറയുന്നത്, നീ ഈ വഷളത്വം വിട്ട് മാനസാന്തരപ്പെടണം. അതേ, നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തു. വഷളത്വമായി നാം നിരൂപിക്കുന്ന, നാം സംസാരിക്കുന്ന, നാം പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളെ നാം വിട്ടുകളയണം. മാത്രമല്ല മാനസാന്തരപ്പെടണം. അനുദിനം നാം മാനസാന്തരപ്പെട്ട് ജീവിക്കണമെന്നാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. മാനസാന്തരപ്പെടണം. മാത്രമല്ല കർത്താവിനോട് പ്രാർത്ഥിക്കുക. അത്
നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, ദൈവത്തോട് സംസാരിക്കുന്നവരാണെങ്കിൽ, യഥാർത്ഥമായ ദൈവവുമായിട്ടൊരു ബന്ധമുള്ളവരാണെങ്കിൽ പരിശുദ്ധാത്മാവ്, ദൈവാത്മാവ് നമ്മെ വഴി നടത്തും. സ്തോത്രം. സകല സത്യത്തിൽ നമ്മെ വഴി നടത്തുന്ന കർത്താവ് നമ്മെ പരിശുദ്ധാത്മാവ് മാത്രമല്ല, ഞാൻ നിന്നെ ഉപദേശിച്ചത് നടക്കേണ്ടുന്ന വഴി അമ്മ എനിക്ക് കാണിച്ചു തരും, ഞാൻ നിന്നെ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരും നല്ലിച്ചത് കർത്താവ് നമ്മെ വഴി നടത്തും. എന്നാൽ ആ കർത്താവിനോട് ബന്ധമുണ്ടായിരിക്കണം. സ്തോത്രം. പക്ഷേ നിന്റെ ഹൃദയത്തിലെ നിരൂപണം ക്ഷമിച്ച് കിട്ടുമായിരിക്കും. നീ കൈപ്പുള്ള പകയിലും അനീതിയുടെ ബന്ധനത്തിലും അകപ്പെട്ടിരിക്കുന്നു. പലപ്പോഴും നാം പറയുന്ന വാക്കാണ് ബന്ധനം. എന്നാൽ ചിലപ്പോൾ നമ്മുടെ നിരൂപണങ്ങളാൽ, നമ്മുടെ വാക്കുകളാൽ, നമ്മുടെ പ്രവൃത്തികളാൽ നാം ബന്ധിക്കപ്പെടുന്ന അവസ്ഥയുണ്ട്. ആയതിനാൽ അമ്മ ഈ നാളുകളിൽ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ഹൃദയ നിരൂപണങ്ങൾ വിശുദ്ധമാകട്ടെ, നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതാകട്ടെ. അങ്ങനെയാണെങ്കിൽ ആമേൻ, സ്തോത്രം, ആമേൻ. ചില കഷ്ടതകൾ, ഉപദ്രവങ്ങൾ, ഞെരുക്കങ്ങൾ, പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. ആമേൻ. ക്രിസ്തീശുവിൽ ഭക്തിയോടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉപദ്രവമുണ്ട്, കഷ്ടമുണ്ട്. എന്നാൽ ആമേൻ, സ്തോത്രം, കർത്താവ് നമ്മോട് കൂടെ ഇരിക്കും. ദൈവത്തിൻ്റെ കരം എപ്പോഴും നമുക്ക് അനുകൂലമായിരിക്കും. സ്തോത്രം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്, ഈ നാളുകളിൽ കർത്താവ് ഞങ്ങളെ ഒന്നുകൂടെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയ നിരൂപണങ്ങളെ അങ്ങ് അറിയുന്നുവല്ലോ. ഞങ്ങളുടെ ഹൃദയത്തിലെ ചിന്തകളെ, കർത്താവ്, വിചാരങ്ങളെ പോലും അങ്ങ് അറിയുന്ന ദൈവമാണ് കർത്താവ്. ഈ നാളുകളിൽ അങ്ങയുടെ മുൻപാകെ ഞങ്ങളുടെ ഹൃദയങ്ങൾ കർത്താവെ നേരുള്ളതായി, ഹൃദയ നിരൂപണങ്ങൾ വിശുദ്ധമായി അമ്മേൻ, സ്തോത്രം, സ്തോത്രം, ദൈവത്തിൻ്റെ ആലോചന പ്രകാരം നിരൂപിക്കുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നവരായി ഞങ്ങൾ മാറേണ്ടതിന് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ഹൃദയപ്രകാരം ഞങ്ങളെ വഴി നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സമ്പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. എല്ലാവിധമായ നന്മകളാൽ അനുഗ്രഹങ്ങളാലും നിറച്ച് ഹൃദയത്തിലെ ഭാരങ്ങൾ മാറ്റി, ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ച് എൻ്റെ ദൈവം ഓരോരുത്തരെയും ജയത്തോടെ വഴി നടത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. May God bless you all.